അഗ്നിസാക്ഷി ഭാഗം 28. എന്താ പാറു, സുഖം തന്നെയല്ലേ? അനന്തു ചോദിച്ചു. അവൾ വേഗം ചാടി എഴുന്നേറ്റു. അനന്തു, നീ ഇവിടെ? അതെ, ഞാൻ ഇന്നലെ തന്നെ അമ്മയുടെ കൂടെ നാട്ടിൽ വന്നിരുന്നു. നിൻ്റെ നിലപാട് എന്താണെന്ന് അറിയാനാ അമ്മയെ മാത്രം ഇവിടേക്ക് വിട്ടത്. അമ്മ എന്നെ വിളിച്ച് എല്ലാം പറഞ്ഞു. അവൾ പരിഭ്രമത്തോടെ മുഖം തിരിച്ചു നിന്നു. നിൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ലേ പാറു? ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ എങ്ങോട്ടും വരില്ല. അത് കേട്ടതും അനന്തന് ദേഷ്യം വന്നു. പാറു, നിൻ്റെ ഈ തീരുമാനം ശരിയല്ലെന്ന് നിനക്ക് തന്നെ അറിയാം. എന്നിട്ട് എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അത് കേട്ട് പാറുവിനും ദേഷ്യം വന്നു. എൻ്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ നിങ്ങളാരാ? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും, അതിന് നിങ്ങൾക്കെന്താ? പാറു, നിൻ്റെ ഇഷ്ടങ്ങൾ നീ തേടിയെടുക്കുമ്പോൾ തകരുന്നത് മറ്റുള്ളവരുടെ ജീവിതം കൂടിയാണെന്ന് നീ മറക്കരുത്. അങ്ങനെ എനിക്ക് എന്നൊരു ജീവിതം ഉണ്ടോ? അനന്തും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അടുത്തു എല്ലാം കൊണ്ട് തലയ്ക്ക് വേണ്ടി പ്രാതി പിടിക്കുമെന്ന് തോന്നിയപ്പോഴാണ് അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. നിങ്ങൾ ഒരിക്കലും എന്നെ തേടി വരാതിരിക്കാനാണ് ഞാൻ എൻ്റെ ഫോൺ പോലും മാറ്റിയത്. എന്നിട്ടും എന്തിനാ എന്നെ ഉപദ്രവിക്കുക ഇങ്ങനെ പിന്നാലെ വരുന്നത്? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. മോളെ, നിന്നെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ ഞങ്ങൾക്ക്? നീ വാശിയൊക്കെ കളഞ്ഞ് ഞങ്ങളുടെ കൂടെ വാ, റീന പറഞ്ഞു. ഇല്ല, ഞാൻ വരില്ലെന്ന് പറഞ്ഞാൽ വരില്ല. പാറു, സത്യങ്ങളൊന്നും ഇവരെ അറിയിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. നീ വാശി പിടിക്കുകയാണെങ്കിൽ എല്ലാ സത്യങ്ങളും ഞങ്ങൾക്ക് ഇവരോട് തുറന്ന് പറയേണ്ടി വരും. അത് കേട്ടതും അവൾ ഞെട്ടി. നീ വരുന്നോ ഇല്ലയോ? അവൾ കുറച്ച് സമയം മൗനമായി നിന്നു. അവളുടെ മനസ്സിൽ കാശിയുടെ മുഖം തിരിഞ്ഞു. അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ കാതുകളിൽ മുഴങ്ങി. താൻ പോയാൽ പിന്നെ കാശിനാഥൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്തതും അവളുടെ ചങ്ക് പിടിച്ചു. പക്ഷേ സത്യങ്ങൾ അറിഞ്ഞാൽ അതിലും മോശമായിരിക്കും അവൻ്റെ അവസ്ഥ. താൻ പോകുന്നത് തന്നെയാണ് നല്ലത്, അവൾ മനസ്സിലോർത്തു. ഞാൻ വരാം, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവർ സന്തോഷത്തോടെ പരസ്പരം നോക്കി. പാർവതി അലമാര തുറന്ന് തൻ്റെ പാക്ക് എടുത്തു. പിന്നെ ഡ്രസ്സെല്ലാം എടുത്ത് അതിൽ വെച്ചു. എന്നാൽ പോകാം അനന്ത് ചോദിച്ചു. അവൾ മുഖം കുനിച്ചുകൊണ്ട് മൂളി. എന്നാ വാ. മൂവരും തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും വാതിൽക്കൽ ദേഷ്യത്തോടെ നിൽക്കുന്ന കാശിനാഥനെ കണ്ട് മൂവരും ഞെട്ടി. അവൻ അകത്തേക്ക് വന്ന് സംശയത്തോടെ മൂവരെയും നോക്കി. എങ്ങോട്ടാ ഈ ബാഗൊക്കെ ആയിട്ട്? ആരാ ഇവൻ? അനന്തുവിനെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇത് അനന്തോ, അപ്പച്ചിയുടെ മോന. കാശി അവനെ സൂക്ഷിച്ചു നോക്കി. നീ ഇപ്പോൾ എവിടെ പോവാ? ഞാൻ അവൾ എന്തു പറയണം എന്നറിയാതെ അവരെ നോക്കി. കാശിനാഥ, പാറു അവളുടെ വിവരമില്ലായ്മ കൊണ്ട് എന്തൊക്കെ ചെയ്തു. അത് തൻ്റെ കുടുംബജീവിതത്തിൽ തന്നെ തകിടം മറിച്ചെന്ന് ഞങ്ങൾക്കറിയാം. ഇവളുണ്ടാക്കിയ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വിലങ്ങുതടിയായി ഇവൾ വരില്ല. ഇവളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. അതും പറഞ്ഞ് അനന്ത തിരിഞ്ഞ് പാർവതിയെ നോക്കി. വാ പോകാം. അവൾ ഭീതിയോടെ കാശിയെ നോക്കി. ആ കണ്ണുകൾ കോപം കൊണ്ട് ചുവക്കുന്നത് കണ്ട് അവൾ ഭയന്നു. അനന്ത നടക്കാനൊരുങ്ങിയതും അവൻ കൈയുയർത്തി തടഞ്ഞു. ഇവളെ അങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അതിന് എൻ്റെ കൂടി സമ്മതം വേണം. അതും പറഞ്ഞ് അവൻ അവളുടെ അരികിലേക്ക് ചെന്നു. അവളുടെ കയ്യിൽ നിന്നും ബാഗ് പിടിച്ച് വാങ്ങിച്ച് അലമാരയിൽ കൊണ്ടുവച്ച് തിരിഞ്ഞവരെ നോക്കി. തിരിച്ചു പോകാനുള്ള സമയമായെങ്കിൽ അമ്മയ്ക്ക് മകനും പോകാം. പക്ഷേ ഇവളെയും കൊണ്ട് ഈ പടി കിടക്കുമെന്ന് നിങ്ങൾ രണ്ടാളും കരുതേണ്ട. കാരണം ഇവൾ എൻ്റെ ഭാര്യയാണ്. ശ്രീ പാർവതി കാശിനാഥ്. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പാറ സന്തോഷത്തോടെ തലചേരിച്ച് അവനെ നോക്കി. കാശി, നീ എന്തൊക്കെയായി പറയുന്നത്? നിനക്കൊരു ഭാര്യയും കുഞ്ഞുമുണ്ട്, ഒരു കുടുംബമുണ്ട്. അതിനിടയിലേക്ക് കടന്നു വന്നത് ഇവളാണ്. നിൻ്റെ ജീവിതം വെറുതെ നശിപ്പിച്ച് കളയരുത്. അതുകൊണ്ട് ഇവളെ ഞങ്ങൾ കൊണ്ടുപോകും. അതാണ് എല്ലാവർക്കും നല്ലത്. രേണുക പറഞ്ഞു. നല്ലതും ചീത്തയും നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട. എൻ്റെ ജീവിതം ആരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കണേ ഞാനാ, അല്ലാതെ നിങ്ങളല്ല. കാശി, നീ പറയും. നീ ഈ ചെയ്യുന്നത് ക്രൂരതയാണ്. നിന്റെ ഭാര്യയോടും മകനോടും ചെയ്യുന്ന ക്രൂരത. സ്വന്തം ഭർത്താവ് ഒരേ വീട്ടിൽ തന്നെ കൺമുന്നിൽ മറ്റൊരു പെണ്ണിനെയും കെട്ടി ജീവിക്കുന്നത് കാണേണ്ടി വരുന്ന പിന്നീട് മാനസികാവസ്ഥ എന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ കഴിയുമോ? അവളുടെ വേദനയൊന്നും തുറന്നു പറയാത്തത് അവൾക്ക് വിഷമമില്ലാഞ്ഞിട്ടല്ല. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ കയറി ചില സുരക്ഷിതമായ മറ്റൊരിടം ഇല്ലാത്തത് കൊണ്ടാകും. അത് നീ മനസ്സിലാക്കണം. നിൻ്റെ ഭാര്യയോടും മകനോടൊപ്പം സന്തോഷമായി കഴിയാൻ നോക്ക്. ഇവളെ ഞങ്ങൾ കൊണ്ടുപോകും.
അത് പറഞ്ഞ് അനന്ത് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അത് കണ്ട് കാശിനാഥൻ്റെ കള്ളി ഇളക്കി. ടാ വിടടാ അവളെ. അവൻ ദേഷ്യത്തോടെ അനന്തുവിൻ്റെ കൈ പിടിച്ചു മാറ്റി. അവൻ്റെ കോളറിൽ കടന്നു പിടിച്ച് മുഖത്ത് ആഞ്ഞടിച്ചു. ശബ്ദം കേട്ട് യശോദയും വീണയും അവിടേക്ക് വന്നു. അനന്തുവിനെ അടിക്കുന്ന കാശിയെയും അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന രേണുവിനെയും ഭാർവിനെയും കണ്ട് കാര്യം മനസ്സിലാവാതെ അവർ അന്താളിച്ചു നിന്നു. കണ്ടിട്ട് വേണ്ട വീട് പാറ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എൻ്റെ പെണ്ണിനെ തൊടാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? അവൾ എൻ്റെയാ, എൻ്റെ മാത്രം. നീ എന്നല്ല, ആര് വന്നാലും വിട്ടു തരില്ല ഞാൻ. ഈ കാശിനാഥൻ്റെ ജീവിതത്തിൽ ഒരേയൊരു പെണ്ണിന് സ്ഥാനമുള്ളൂ, എൻ്റെ ശ്രീപാർവതി. കാശി പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും എന്ത് പറയണമെന്നറിയാതെ നിന്നു. പാർവതി പെട്ടെന്ന് മാറി നിന്നു. അവൾക്ക് കയ്യും കാലും തളരുന്നത് പോലെ തോന്നി. കണ്ണിൽ ഇരുട്ട് കയറിയതും ബോധം മറിഞ്ഞ് അവൾ താഴേക്ക് വീണു. ഇത് കണ്ടാണ് അനന്തു ഞെട്ടി. കാശി വീട്ടെന്നെ പറു. കാശിയെ തള്ളിമാറ്റി അവൻ പാറുവിൻ്റെ അരികിലേക്ക് ഓടി. പറു പറു. അവൻ ആശങ്കയോടെ അവളെ കുലുക്കി വിളിച്ചു. അതുകൊണ്ട് എല്ലാവരും ഞെട്ടലോടെ അവളുടെ അരികിലേക്ക് ചെന്നു. പറു മോളെ കണ്ണു തുറക്കടാ, എന്താ നിനക്ക് പറ്റിയത്? കാശി ഭീതിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അനന്തു അവളുടെ പൾസ് ചെക്ക് ചെയ്തു. ഒക്കോട്ട് കാശി എത്രയും പെടുത്തി അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഞാൻ വേഗം വണ്ടി എടുക്കാം, നീ ഇവളെ കൊണ്ട് താഴേക്ക് വാ. അനന്തു എഴുന്നേറ്റ് വേഗം പുറത്തേക്ക് നടന്നു. അവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും പരിഭ്രമിച്ചു. കാശി വേഗം അവളെ കൈകളിൽ കോരിയെടുത്ത് താഴേക്ക് നടന്നു. അപ്പോഴേക്കും അനന്ത് കാർ സ്റ്റാർട്ട് ചെയ്തു. അവളെ വണ്ടിയിൽ കയറ്റിയ ശേഷം രേണുകയും ഒപ്പം കയറി. ഞാനും വരാം കാശിയേട്ടാ. അതും പറഞ്ഞ് വീണയും അവർക്കൊപ്പം വണ്ടിയിൽ കയറി. അനന്ത് വേഗം വണ്ടി വിട്ടു. മോളെ പറ കണ്ണു തുറക്കടി, എൻ്റെ കണ്ണേരനാ വിളിക്കുന്നത്. അവൻ കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. വണ്ടി ഹോസ്പിറ്റലിന് മുന്നിൽ നിന്നതും അറ്റൻഡർമാർ സ്ട്രക്ചറുമായി വന്നു. അവളെ അതിൽ കിടത്തി കാശി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. കണ്ണടച്ച് കിടക്കുന്ന അവളെ കണ്ടത് അവൻ്റെ ചങ്ങ് പിടിക്കുന്നത് പോലെ തോന്നി. ICUവിന് മുന്നിൽ എത്തിയതും സ്ട്രക്ചർ നിന്നു. എല്ലാവരും കാശിയെ നോക്കി. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് അവൻ. അനന്തു അവൻ്റെ തോളിൽ പിടിച്ചു. കാശി വിടേ അവളെ കൊണ്ടുപോട്ടെ. പിടിക്കുന്ന ഹൃദയത്തോടെ അവൻ ആ കൈവിട്ടു. ICUവിൻ്റെ വാതിൽ തനിക്ക് മുന്നിൽ അടഞ്ഞതും ഉടലാകെ മരവിച്ചതുപോലെ അവൻ അവിടെ തന്നെ നിന്നു. കാശേട്ടാ. വീണയുടെ പിടിക്കേട്ട് അവൻ ഞെട്ടിലോട്ട് തിരിഞ്ഞു നോക്കി. വീണ എൻ്റെ പാറു. അവൻ്റെ അവസ്ഥ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വിഷമിക്കേണ്ട കാശേട്ടാ, ഒന്നും സംഭവിക്കില്ല. കാശേട്ടൻ വന്ന് അവിടെ ഇരിക്കും. അവൾ അവനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളൂ. പെട്ടെന്ന് നിന്നൊക്കെ ആവശ്യം വന്നാലോ? അവൻ എന്തൊക്കെയോ പുലമ്പി. അതൊക്കെ കണ്ട് അനന്തുവിന് ആകെ വിഷമം തോന്നി. അപ്പോൾ ഡോക്ടർ അവിടേക്ക് വന്നു. അനന്തു എന്തൊക്കെയോ ഫയലുകൾ ഡോക്ടറെ ചെന്ന് കാണിച്ചു. അയാൾ അതൊക്കെ നോക്കി എന്തൊക്കെയോ അനന്തുവിനോട് പറഞ്ഞ് അകത്തേക്ക് നടന്നു. ഇതെല്ലാം കണ്ട് കാശിനാഥന് എന്തോ പന്തികേട് തോന്നി. ഒരു ഫോൺ വന്നതും അനന്തു ആളൊഴിഞ്ഞ് ഒരു കോർണറിലേക്ക് പോയി. കാശിയും അവന് പിന്നാലെ ചെന്നു. ഓക്കെ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, അവൻ പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് അനന്ത് തിരിഞ്ഞത് കാശിയെ കണ്ട് ഒന്ന് പകച്ചു. എന്താ കാശി? എൻ്റെ പറവന് എന്താ പറ്റിയത്? അവൾക്ക് എന്താ അസുഖം? കാശി അവനെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അവനൊന്ന് പരിങ്ങി. അത് പിന്നെ എന്നോട് മറച്ചു വെക്കാനോ കള്ളം പറയാനോ നോക്കണ്ട, സത്യം പറ, എന്താ അവൾക്ക്? പറ. അവൻ ദേഷ്യത്തോടെ അലറി. അനന്ത് ഒന്ന് നിശ്വസിച്ചു. ഈ വിവരം നിങ്ങൾ അറിയരുത് എന്ന് കരുതിയാണ് ഞങ്ങൾ അവളെ കൂടിക്കൊണ്ടുപോകാൻ നോക്കിയത്. അതൊരിക്കലും നിങ്ങൾ അറിയരുത് എന്ന് കരുതിയാണ് അവളും ഞങ്ങളോടൊപ്പം വരാൻ തയ്യാറായത്. പക്ഷേ ഇപ്പോൾ കാശി ഇതറിയേണ്ടത് അത്യാവശ്യമാണ്. ബിക്കോസ് നീ എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കണം നീ. കാശിയുടെ നെഞ്ചിടിപ്പേറി. അനന്ത് പറയുന്നത് കേൾക്കാനായി അവൻ ചെവിയോർത്തു. അമേരിക്കയിൽ വെച്ച് അമ്മയും അമ്മാവനും കൂടി എൻ്റെ പാർവതിയുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചതാണ്. പാറു ഒരുപാട് ബഹളം വെച്ചു. കാശിയല്ലാതെ മറ്റൊരാളെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ അതിന് ശക്തമായി എതിർത്തു. അതൊന്നും കാര്യമാക്കാതെ അമ്മ ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു. ഒടുവിൽ അവൾ പെയിൻ കട്ട് ചെയ്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമായിരുന്നു അവൾ രക്ഷപ്പെട്ടത്. പക്ഷേ അതായിരുന്നു എല്ലാത്തിൻ്റെ തുടക്കം. അവൾ ട്രീറ്റ് ചെയ്ത് ഡോക്ടർക്ക് ചില സംശയങ്ങൾ തോട്ടിയതുകൊണ്ട് വേറെ ചില ടെസ്റ്റുകൾ കൂടി ചെയ്യാൻ നിർദ്ദേശിച്ചു. അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം ഞങ്ങൾ അറിഞ്ഞത്. അതും പറഞ്ഞ് അനന്ത് അവനെ നോക്കി. അത് കേൾക്കാനായി കാശി നെഞ്ചിയിട്ടപ്പോടെ അവനെ നോക്കി.
ലിവർ ക്യാൻസർ. തലക്കടിയേറ്റതുപോലെ കാശിനാഥൻ തരിച്ചു നിന്നുപോയി. അവൻ്റെ അലർച്ച ആശുപത്രി കെട്ടിടമാകെ മുഴങ്ങി. തുടരും.